എത്ര നല്ല ഒരു മജ്‌ലിസ് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ ഉസ്താദുമാരും കുട്ടികളും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ. ആ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളാണ് ഉസ്താദുമാരും. അവര് ഇതേപോലെ പഠിച്ചു ആഫിദീങ്ങളായി. ഇപ്പോ നിങ്ങളെ ഹിഫ്ദിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്. നിങ്ങളും അതുപോലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് ഒരു രൂപ തന്നു അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി നല്ല വാക്കിനോടുകൂടി ഈ സ്ഥാപനത്തിനെ കെട്ടിപ്പടുക്കുന്നതിന് സഹകരിച്ചാൽ അല്ലാഹു തആല അവർക്കൊക്കെ ഇതിന്റെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പരിപാടിയിലേക്ക് ചേരുകയാണ് നമ്മുടെ സഫീർ ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിലുള്ള ആളിനെ. അദ്ദേഹം ഇവിടെ നിങ്ങളെ കൂടെ എല്ലാ ജമാഅത്തുകളിലും പരമാവധി ഉണ്ടാകുന്ന ആളാണ്. അതുപോലെ നമ്മുടെ ഈ പള്ളി ഉണ്ടായവർക്ക് റമദാനിലെ കറണ്ടിന്റെ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് റമദാനിന്റെ കറണ്ടിന്റെ ബില്ല് ഏറ്റെടുത്ത് അടക്കുന്ന ആളും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്ത് സാഹചര്യം ചെയ്തിരുന്ന ആളുകളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉപ്പ രണ്ടുപേരും വലിയ പ്രായമായ ആളുകളാണ്, ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അല്ലാഹു തആല അവർക്ക് നല്ല ശിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വല്യപ്പമാരൊക്കെ മരിച്ചുപോയ ആളുകളാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ഈ സംഭാവനയുടെ ഈ മക്കൾക്ക് ഈ ഹാഫിദീങ്ങൾക്ക് നൽകുന്ന ഈ പായസത്തിന്റെ അല്ലെങ്കിൽ ആ നല്ല മധുരപലഹാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ ഖബറിൽ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഫീർ സാഹിബിന്റെ ബിസിനസ്സിൽ ഏർപ്പാടുകളിൽ എല്ലാറ്റിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നിറച്ചു കൊടുക്കുമാറാവട്ടെ. മക്കളൊക്കെ പഠിക്കുന്ന ആളുകളാണ്, നല്ല ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ രീതിയിൽ ഇനി ഹദ്ദാദ് ചെയ്തിട്ട് ലാസ്റ്റ് പോയാക്കുക. അതിന് ശേഷം പെട്ടെന്ന് നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചീരമി കഴിച്ചിട്ട് തിരിയാം. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് എന്നും മനുസ്കരിച്ച് ഉടനെ തുടങ്ങുക. ഇശാഇന്റെ മുമ്പ് ഇതേപോലെ അവസാനിപ്പിക്കുക. ഹദ്ദാദ് ചെയ്യുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ.